ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ദിവസത്തിലാണല്ലോ നാം ഇന്നുള്ളത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഒരു മഹാദുരന്തത്തിന്റെ വേദനയിലാണല്ലോ നാം ഓരോരുത്തരും. അതിൽ കുറെ കൂട്ടുകാരെയും മാതാപിതാക്കളെയും നമുക്ക് നഷ്ടമായി. അവരുടെ പരലോകം അള്ളാഹു വിജയത്തിലാക്കി തീർക്കുമാറാവട്ടെ. ആമീൻ. ഈ അവസരത്തിൽ ഇസ്ലാമും പരിസ്ഥിതിയും എന്ന വിഷയത്തെ കുറിച്ച് അല്പം പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു രാവിരുണ്ട് വെളുത്തപ്പോഴേക്കും മരുനാട് തന്നെ തുടച്ചു നീക്കപ്പെട്ട അവസ്ഥയിലാണല്ലോ നാം കാണപ്പെട്ടത്. ഒരു ആയുസ് മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ സകലതും ഒരു നിമിഷ നേരങ്ങൾ കൊണ്ടാണ് അള്ളാഹു മറിച്ചത്. മാതാപിതാക്കളെ നഷ്ടപ്പെട്ട മക്കളുടെയും മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെയും കൂടപ്പിറപ്പവരുടെയും നിലവിളി സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമായിരുന്നല്ലോ. നൂറുകണക്കിന് കുടുംബങ്ങളാണ് ആ ദുരന്തത്തിനിരയായത്. എന്റെ ഉറ്റവരെ കാണാനില്ല എന്ന് നിലവിളിച്ച് കരഞ്ഞവർ പിന്നീട് ദിവസങ്ങൾ കഴിയുമ്പോൾ അവരുടെ മയ്യത്തെങ്കിലും ലഭിച്ചാൽ മതി എന്ന് പറയുന്ന അവസ്ഥയിലാണല്ലോ. കൈയില്ലാത്ത, കാലില്ലാത്ത, ഉടലില്ലാത്ത, തലയില്ലാത്ത മയ്യത്തുകൾ, കൈപ്പത്തി മുതൽ ഭ്രൂണം വഹിച്ചുള്ള ഗർഭപാത്രം വരെ ഓരോരോ ശരീരഭാഗങ്ങളായിട്ടാണ് നമുക്ക് രക്ഷാദൗത്യത്തിനിടയിൽ കാണാൻ കഴിയുന്നത്. പ്രിയ സഹോദരങ്ങളെ, എവിടെയാണ് നമുക്ക് പിഴച്ചത്? ഇപ്പോൾ നമ്മുടെ ചുറ്റും നടക്കുന്ന പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും 30-ാം അധ്യായം 42-ാം സൂക്തത്തിൽ അല്ലാഹു പറയുകയാണ്, വമാ അസാബകും മിൻ മുസീബതി ഫബിമാ കസബത് ഐദീകും. നിങ്ങളെ ബാധിച്ച മുഴുവൻ ദുരന്തങ്ങളും മനുഷ്യന്റെ കരങ്ങൾ കൊണ്ട് സംഭവിച്ചതാണ്. തീർന്നില്ല. 30-ാം അധ്യായം 41-ാം സൂക്തത്തിൽ അല്ലാഹു പറയുകയാണ്, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദീകും. നിങ്ങളെ ബാധിച്ച മുഴുവൻ ദുരന്തങ്ങളും മനുഷ്യന്റെ കരങ്ങൾ കൊണ്ട് പ്രവർത്തിച്ചത് കാരണമാണ്. മനുഷ്യൻ പ്രകൃതിയെ ഒരുപാട് ചൂഷണം ചെയ്യുമ്പോൾ പ്രകൃതി അത് പ്രതികരിക്കുക ചെയ്യും. അതാണ് നാം ഇപ്പോൾ കണ്ടത്. ചിലർ ചൂഷണത്തിന്റെ ഭാഗമായി കാടുകളും മലകളും അലക്ഷ്യമായി ഉപയോഗിച്ചപ്പോൾ പ്രകൃതി ഇണങ്ങി ജീവിച്ചവരുടെ ആവാസ വ്യവസ്ഥ നഷ്ടമായി. ഇനി ഞാനൊരു ചരിത്രം പറയാം. വഴിയിലേക്ക് ചാടി കിടക്കുന്ന ഒരു കാട്ടുചെടിയുടെ ഇല പറിച്ച് കശക്കിക്കൊണ്ട് ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു. അത് കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ദേശത്തോടെ പറഞ്ഞു, ഈ പ്രവൃത്തിയിലൂടെ നീ പരിസ്ഥിതിയോട് അക്രമമാണ് ചെയ്യുന്നത് സഹോദരാ എന്നാണ്. എന്തുകൊണ്ടാണ് ഈ ദുരന്തങ്ങൾ ഒന്നിനു പുറമെ മറ്റൊന്നായി ഉണ്ടാകുന്നത്? മരങ്ങൾ മുറിച്ചു മാറ്റുന്നത് കൊണ്ടാണോ? വയലുകൾ നികത്തുന്നത് കൊണ്ടാണോ? അല്ല, അതുകൊണ്ട് മാത്രമല്ല. ഒരു നാട്ടിലേക്ക് അല്ലാഹുവിന്റെ കഠിനമായ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ കഠിനമായ വിപത്തുകൾ കടന്നു വരുമ്പോൾ നാം എന്തിനൊക്കെയാണ് ഭയന്നിരുന്നത്? കൊടുങ്കാറ്റ് വന്നു, ഉരുൾപൊട്ടൽ വന്നു, വെള്ളപ്പൊക്കം വന്നു, മഴയൊരു അതാപമായി തീർന്നിരിക്കുന്നു. ഇപ്പോൾ ദുനിയാവിൽ എന്തൊക്കെ തരത്തിലുള്ള പനികളാണുള്ളത്? ഇതിന് കാരണം എന്താ? അല്ലാഹുവിന്റെ മുദ്രസിൽ പറയുകയാണ്, കടലിലും കരയിലും രാത്രിയിലും പകലിലുമായി എന്റെ സമൂഹം ചെയ്തു കൂട്ടിയ അനാചാരവും അനാശ്വാസ പ്രവർത്തനങ്ങളുടെയും കാരണമായി ഏത് മഹാന്മാർ ആ നാട്ടിൽ ജീവിച്ചിരുന്നാലും അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങാതിരിക്കുകയില്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദര. ഒരു ദുരന്തമുണ്ടായപ്പോഴേക്കും നിമിഷ നേരങ്ങൾ കൊണ്ടാണ് പല നാട്ടിൽ നിന്നും ആളുകൾ രക്ഷാദൗത്യത്തിനായി അവിടെ ഇറങ്ങി തിരിച്ചത്. നമ്മുടെ ഇന്ത്യൻ ആർമി എത്തി, ഫയർഫോഴ്സ് എത്തി, നാവികസേനയും വ്യോമസേനയും എത്തി. പല സംഘടനക്കാരും അന്ന് രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകി. അപകടത്തിൽ തലനാരിലേക്ക് രക്ഷപ്പെട്ടവരെ ക്ഷമാസിപ്പിക്കാനും സഹായവസ്തുമായി പലരും മുന്നിട്ടിറങ്ങി. മന്ത്രിമാർ വന്നു, മുഖ്യമന്ത്രി വന്നു, എന്തിനേറെ പറയുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ പറഞ്ഞിറങ്ങിയല്ലോ. എന്നിട്ട് എന്തുണ്ടായി സഹോദര? ഒരു ദുരന്തമുണ്ടായതിനു ശേഷമല്ല നാം ഉണരേണ്ടത്. ഇതിന് കാരണക്കാരനാരാ? സഹോദര, അല്ലാഹുവിന്റെ മുദ്രസിൽ പറയുകയാണ്, ഒരു കാലഘട്ടം വരും, അന്ന് ദേശം മദ്യവും മയക്കുമരുന്നും കിട്ടും. ലഹരി അധികരിക്കുന്ന കാലത്ത് ഓർത്തോ, അന്ന് ഭൂമി കുലുക്കവും ഭൂകമ്പവും വെള്ളപ്പൊക്കവും ഉണ്ടാവും. ഇത് ഞാൻ പറഞ്ഞതല്ല, അല്ലാഹുവിന്റെ മുദ്രസിൽ പറഞ്ഞതാണ്. ഇതുപോലെ തന്നെ ആഡംബര വസ്ത്രങ്ങളും പാട്ടും വാതിലുകളും അധികരിച്ചാൽ ഇതൊക്കെ നാശമാണ് സഹോദര. പലിശയിൽ ഒരു സ്വാഭാവിക സംഭവമായി തീർന്നിരിക്കുന്നു. വീട് വെക്കാൻ, വാഹനം മേടിക്കാൻ എന്തിനും ലോണാണിന്ന്. എന്തിനേറെ പറയുന്നു, ഹോസ്പിറ്റൽ ബില്ലടക്കാൻ വരെ ഇന്ന് EMI സംവിധാനങ്ങളുണ്ടല്ലോ. ഞാൻ കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ. അല്ലാഹു കാക്കുമാറട്ടെ. മാറണം സഹോദര. എല്ലാ തെറ്റിൽ നിന്നും വീട്ടിൽ നിന്ന് തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എല്ലാ തിന്മയിൽ നിന്നും വീട്ടിൽ നിന്ന് ഇസ്ലാമിന്റെ ചട്ടക്കൂടിൽ ജീവിക്കാൻ ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോട് ഞാൻ വസിയത്ത് ചെയ്യുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.